ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണം, ഭാഗം 416. ഇന്ന് ഫെബ്രുവരി മാസം 19-ാം തീയതി, 50-ാമത്തെ ദിവസത്തിലെത്തി. പുതുവർഷത്തിലൂടെ 50 ദിവസങ്ങളാവുന്നു നമ്മൾ സഞ്ചരിച്ച ദൂരം. എന്തു പറയണമെന്നറിയില്ല. എത്ര വേഗമാണ് ഓരോ ദിവസവും കടന്നും കഴിഞ്ഞും പോകുന്നത്. ലോകം കൂടുതൽ ഇരുണ്ടു വരികയാണെങ്കിലും നമ്മുടെ ചെറിയ മെഴുകുതിരികളിലും സ്നേഹ സന്ദേശങ്ങളിലും നമുക്ക് വിശ്വസിക്കാതെ പറ്റുമോ? അല്ലാത്തപക്ഷം ആ ഇരുട്ട് നമ്മെ തന്നെയും മൊത്തത്തിൽ വിഴുങ്ങിക്കളയും. വലിയ കൊടുങ്കാറ്റ് വീശുമ്പോഴും ഒരു വിശ്വാസം മുറുകെ പിടിച്ച് നമുക്ക് നമ്മുടെ മെഴുകുതിരികൾ അണയാതെ നോക്കാം. അതുപോലെ കുന്തിരിക്കത്തിൻ്റെ ഗന്ധം പോകാതെയും നമ്മുടെ മണിനാദങ്ങൾ വ്യർത്ഥമാകാതെയും നമുക്ക് നോക്കാം. മലയാളത്തിൻ്റെ പുണ്യപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായ CB ബാലകൃഷ്ണൻ്റെ ആയുസ്സിൻ്റെ പുസ്തകം എന്ന പ്രസിദ്ധമായ കൃതിയിൽ നിന്നാണ് ഞാനിപ്പോൾ ഓർത്ത് ചിലത് പറഞ്ഞത്. ലോകം ഓരോ ദിനവും കൂടുതൽ ഇരുണ്ടു വരികയാണ്. നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? കുറച്ചുകൂടി മനുഷ്യനിലേക്ക് മാറി നിന്നാലോ? അതും ലാഭനഷ്ടങ്ങളുടെ തരം തിരിവുകളിൽ നിന്ന്, നേട്ടങ്ങളുടെയും ഉയർച്ചകളുടെയും സ്വപ്നങ്ങളിൽ നിന്നും കുറച്ചു ദൂരം മാറി നന്മയുടെ ചില കുഞ്ഞു വെട്ടത്തെ ഒന്ന് കൊളുത്തി വെച്ചാലോ? മനുഷ്യനായി വന്ന ദൈവത്തെ ഓർത്തെങ്കിലും. അതെ, യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. ചേട്ടനും അനിയത്തിയും കൂടി നടന്നു വരുന്നതിനിടയിൽ കണ്ട ഒരു കുഞ്ഞു കടയെ ചൂണ്ടിക്കാട്ടി അനിയത്തി ചോദിച്ചു, എനിക്ക് ആ ബലൂണ് വാങ്ങിത്തരാമോ? ചേട്ടൻ ബലൂൺ വാങ്ങി. പകരം പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന 3 വെള്ളാരം കല്ലുകളെടുത്ത് കടക്കാരന് കൊടുത്തു. കുട്ടികളങ്ങ് പോയി. കടയിൽ നിന്നിരുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തൊരു മണ്ടനാണ്, പണത്തിനു പകരം കല്ലാണ് വാങ്ങുന്നത്? കടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ ആളുകൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ മണ്ടനാണ്. പക്ഷെ ഞാൻ ആ കുട്ടികളുടെ മനസ്സുകൊണ്ടാണ് അന്നേരം ചിന്തിച്ചത്. അവർക്ക് എത്ര വിലപ്പെട്ടതാവും ആ വെള്ളാരം കല്ലുകൾ. മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞ് അവർ ഈ സംഭവം ഓർക്കാതിരിക്കില്ല. വെള്ളാരം കല്ലിന് ബലൂൺ വിറ്റ ഈ മണ്ടനെയും അവരോർക്കും, അല്ലേ? അവരത് അപ്പോൾ പലരോടും പറയും. കേൾക്കുന്നവരുടെ മനസ്സിലും നന്മയെക്കുറിച്ചുള്ള ചെറിയ ചിന്തകളെങ്കിലും പൊടിഞ്ഞു വരും. പണത്തേക്കാൾ വിലയുണ്ടാവും അപ്പോൾ അതിന്. സ്വന്തം പ്രിയങ്ങളാണ് എല്ലാവർക്കും വലുത്. അവരുടെ കണ്ണിൽ അത് നിസ്സാരമായി ഒട്ടും വിലയില്ലാത്തതോ വില കുറഞ്ഞതോ ഒക്കെ ആവാം. അതൊരു പൂവോ മഞ്ചാടി കുരുവോ വെള്ളാരം കല്ലോ ഒക്കെ ആവാം. അവയുടെ വിലയല്ല അവയുടെ മൂല്യം എന്ന് പറയുന്നത്. കാത്തു സൂക്ഷിക്കുന്ന പലതിനും ഓർമ്മകളുടെയും സ്വകാര്യതകളുടെയും അദൃശ്യമായ കയ്യൊപ്പുള്ളത് കൊണ്ടാണ് അതിനിപ്പോഴും വലിയ മൂല്യവും വിലയും ഒക്കെ ഉള്ളത്. അതിനെ ഉപേക്ഷിക്കുവാനായിട്ട് അവയെ തയ്യാറാകുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പം അമൂല്യമായ എല്ലാ ബന്ധങ്ങൾക്കിടയിലും സ്വയം നഷ്ടപ്പെടുത്തിയതിൻ്റെ ആ ഉത്കൃഷ്ടമായ കഥകളും കാര്യങ്ങളും ഒന്ന് കണ്ടെത്തേണ്ടതുകൂടിയാണ്. മണ്ടത്തരം കാണിക്കുന്നവരെല്ലാം മണ്ടന്മാരല്ല കേട്ടോ. ചില മണ്ടത്തരങ്ങൾ മനഃപൂർവ്വമാണ്. അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനോ അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനോ ഒക്കെയാണ്. ബുദ്ധി തോറ്റാലും ഹൃദയം തോൽക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത്. ബുദ്ധി പരാജയപ്പെടുമ്പോൾ കണക്കുകൾ മാത്രമേ പൊരുത്തക്കേടൊക്കെ ഉണ്ടാവൂ. എന്നാൽ ഹൃദയം പരാജയപ്പെട്ടാൽ അതൊരു വലിയ പരാജയമാണെന്ന് ഈ നോമ്പിൻ്റെ നല്ല പുലരിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഒന്ന് തിരിച്ചറിയാം. ആമേൻ.